ഏകദേശം ഒരു ഡ്യൂക്ക് 250, അതായത് ഡ്യൂക്ക് 250 വെല്ലത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഉണ്ടല്ലേ ആക്സലറേഷനൊക്കെ വളരെ സസ്പെൻഷൻ സൈഡ് ഭയങ്കര സ്റ്റിഫറാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തായാലും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എക്സ്ട്രീം 250R ആണ്. നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ എന്താണെന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. അതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, ഫസ്റ്റ് ലുക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഫസ്റ്റിൽ തന്നെ വണ്ടി നിങ്ങൾ നോക്കിക്കോ. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ലുക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈവേയിലാണ് കേട്ടോ. വണ്ടിയുടെ ആ ഒരു എൻജിൻ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈവേയിൽ ടെസ്റ്റ് ചെയ്തത്. സിറ്റിയിലോട്ട് നോക്കാനാണെങ്കിൽ പെർഫെക്റ്റ് ചോയ്സാണ് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒരു LED സെറ്റപ്പിലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ USD ഫോർക്ക്, എൻഡ്യൂറൻസിൻ്റെ USD ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 43 mm USD ഫോർക്കാണ്. നമ്മുടെ ഡ്യൂക്ക് 250 വരുന്ന സിമിലർ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. ആ കളറിലൊക്കെ ഒരു വ്യത്യാസം, പിന്നെങ്കിൽ ആ ഒരു മൗണ്ടിങ്ങിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നും തന്നെയില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഡ്യൂക്ക് 250 കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോഫ്റ്ററാണ്. സോഫ്റ്റർ എന്ന് പറയുമ്പം ഇത് വേവി ആയിട്ടുള്ള സസ്പെൻഷനാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊന്ന് എന്താ പറയുക, കമ്പയർ ടു ഡ്യൂക്ക് 250 ഇച്ചിരി മയപ്പെട്ടൊരു സസ്പെൻഷനാണ്. സ്റ്റിൽ ഇത് കോർണറിങ്ങിനും അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്കും ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഫ്രണ്ടിൽ സാപ്പറിൻ്റെ, അതായത് MRF സാപ്പറാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ബാക്കിൽ പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടയറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ ടയറിൻ്റെ എയർ പ്രഷർ കുറച്ച് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഒരു ബ്രേക്കിങ്ങിലൊക്കെ ചെറിയ രീതിയിൽ വാരുന്ന പോലൊരു ഫീൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞൊരു ടയറാണ് കേട്ടോ ഇത്, ഈ MRF ബ്രേസ് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ. അപ്പം എനിക്കെന്തോ ഒരു നെഗറ്റീവല്ല, ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ വണ്ടിയുടെ ടോട്ടൽ അപ്പിയറൻസും എർഗണോമിക്സും ഒക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്ററാണ്. അതായത് നമ്മൾ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ആ ഒരു റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഡ്യൂക്ക് 250 കണ്ടുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു റെഡി ടു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കാണ്. കണ്ടില്ലേ? നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പോട്ടി ആയിട്ടിരിക്കാനും പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് ക്രമീകരണമാണ് നമ്മുടെ റൈഡറിന് വന്നിട്ടുള്ളത്. പിന്നെ LCD ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് വണ്ടിയിൽ വരുന്നത്. നമ്മുടെ കരീസ്മയിലൊക്കെ കണ്ട XMR-ലൊക്കെ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LED ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ആ ഒരു 210cc എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ വരുത്തി അവർ ഇറക്കിയിരിക്കുന്നതാണ്. 210cc ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് XMR-ഒക്കെ പോലെ തന്നെ. പക്ഷേ ഇത് 250cc ആണ്. ഡുവൽ ഹെഡ് ക്യാം, അതുപോലെ തന്നെ 30 bhp, 25 Nm ടോർക്ക്. ഹീറോ പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ 3 ഗിയറൊക്കെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നല്ല രീതിയിലൊക്കെ ലോഞ്ച് ചെയ്തെടുക്കാനാണെങ്കിൽ അണ്ടർ 8 സെക്കൻഡോ അല്ലെങ്കിൽ 9 സെക്കൻഡിലോ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വണ്ടിയുടെ 0 to 100. 0 to 60 ആണെങ്കിലും ഒരു 3.3 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയെ എടുക്കാം, ലോഞ്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ അതിനെ പറ്റിയൊക്കെ പറയാം. ഫ്രണ്ട് വൈസ് ഇതൊരു നേക്കഡ് മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇത് പക്ക കരീസ്മ ആ ഒരു റേഞ്ച് തന്നെ, സിമിലർ അല്ലെങ്കിൽ സെയിം തന്നെയാണ്. ഗ്രാബ് റെയിലാണെങ്കിലും ടെയിൽ ലൈറ്റ് എല്ലാം തന്നെ. പിന്നെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം, എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്നുള്ള കാര്യം. പറയില്ല, ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് എക്സോസ്റ്റിൻ്റെ സൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബിഗ്ഗർ ആയിട്ടുള്ള സ്പ്രോക്കറ്റ് ഫ്രണ്ടിൽ ബാക്കിലും എല്ലാം തന്നെ ഹീറോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടോട്ടൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഈ ഒരു വണ്ടിയെ പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിക്കാം. അതുപോലെ തന്നെ വണ്ടിയുടെ റൈഡിങ് ഫീലിനൊക്കെ പറ്റി പറയാനാണെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഫ്രണ്ടിലോട്ട് കൊടുത്തേക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 50-50% വെയിറ്റ് റേഷ്യോ എന്നുള്ള രീതിയിലാണ് അവരിത് വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡ്യൂക്ക് 250 അടിച്ചിടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ടു ഡ്യൂക്ക് 250 ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കേട്ടോ. അതായത് ടോപ്പ് സ്പീഡിലാണെങ്കിലും ആക്സലറേഷനിലാണെങ്കിലും ഏകദേശം ഡ്യൂക്ക് 250, അതായത് ഡ്യൂക്ക് 250 വെല്ലത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം
വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എഞ്ചിൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രെസ് ഫ്രീ ആണ്. ഹയർ RPM-ലാണ് കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ 210 എക്സ്പൾസ് പോലെ അത്രയും മികച്ച രീതിയിൽ എല്ലാ ഗിയറിലും വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ ആക്സലറേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൗട്ടാണ്. പക്ഷേ ഇതിന് പവറുണ്ട്. ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നല്ല പവർ വെച്ചിട്ടുള്ളൊരു എഞ്ചിനാണ്. വൺ ഓഫ് ദ എന്നല്ല, ഒരു ടോപ്പ് 2-ൽ ഡ്യൂക്ക് 250 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്യൂക്ക് 250യോടൊപ്പം നിൽക്കുന്ന മോസ്റ്റ് പവർഫുൾ 250cc എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ അമേസിങ് എഞ്ചിൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു എഞ്ചിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ റിലയബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഒരു ഇമ്പ്രഷനിൽ വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ടല്ലേ, ആക്സലറേഷനൊക്കെ വളരെ സസ്പെൻഷൻ സൈഡ് ഭയങ്കര സ്റ്റിഫറാണ് കേട്ടോ. ഒരു 145 ഒക്കെ പുല്ല് പോലെ വണ്ടി കയറുകയാണ് കേട്ടോ. ഒരു 160 ഒക്കെ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ടോപ്പ് സ്പീഡായിട്ട് നമുക്ക് കണക്കാക്കാം. ഹൈവേയിലൊരു ക്രൂസിംഗ് സ്പീഡ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ, നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുന്നത്. 100 പോയിട്ടും വലിയ സീനില്ല കേട്ടോ. വിൻ ബ്ലാസ്റ്റിൽ എന്തായാലും 110 പോയിട്ടും ഒരു മുട്ട സീനായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു ബസ്സിനസ് ഉണ്ട് വണ്ടിക്ക്. ഇറ്റ്സ് ഗുഡ്, കൊള്ളാം കേട്ടോ. ഒരു ഹൈവേ പവർ ക്രൂസായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. Zero to 60 ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്ക് വീല് സ്പിന്നാണ് കേട്ടോ. ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോളാണ്. ബാക്ക് വണ്ടിക്ക് അപാര കോർണറിങ് കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് ടയറും ബ്രേക്സും കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര നിമ്പിളാണ്. നമ്മുടെ കൈകളിൽ വണ്ടി ഇങ്ങനെ എന്താ പറയണ്ടേ, നമുക്ക് ഈസി ആയിട്ട് സിക്സാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് വണ്ടിയുടെ ഡയറക്ഷനൊക്കെ പോകുന്നുണ്ട്. ഒരു വെൽ എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ ഒരു വണ്ടി. നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഹീറ്റിങ്ങോ കാരണം തന്നെ അങ്ങനെ അധികം ഫീൽ ചെയ്തില്ല. ഇതിപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയാണ്, വെയിലും കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും ഇതുവരെ തോന്നിയില്ല. ബട്ട് ഒരു ചെറിയൊരു ബസ്സിനസ് ഹയർ RPM-ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു വൈബ്രേഷനൊക്കെ പോലെ ഒരു 110-ലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഹൈവേ കൂടെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് വണ്ടിയുടെ റൈഡിങ് സ്റ്റാൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ റൈഡിങ് സ്റ്റാൻസ് തന്നെയാണ് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നത്. ഒരു സിംഗിൾ പീസ് സ്ട്രൈറ്റ് ഹാൻഡിൽ ബാറാണ്. ഒരു ഉണ്ടല്ലോ അപ്രൈറ്റിങ്ങിനാണെങ്കിൽ കുറച്ച് നമ്മളൊന്നിങ്ങനെ ലീൻ ചെയ്ത് ഇരിക്കണം. പിന്നെ ഫുഡ് റെസ്റ്റ് അത്ര അഗ്രസീവ് അല്ല കേട്ടോ. ഫുഡ് റെസ്റ്റ് അത്രയ്ക്ക് അഗ്രസീവ് അല്ല. നമുക്ക് കുറച്ച് കാല് ഫ്രണ്ടിലോട്ട് വെക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വണ്ടിക്കകത്ത് എന്തുകൊണ്ട് അവർ ഒരു TFT ഡിസ്പ്ലേ കൊടുത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു എക്സ്പൾസ് അവരുടെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട വണ്ടിയായിട്ടായിരിക്കും അവർക്ക് എക്സ്പൾസിന് മാത്രമായിട്ട് അങ്ങനൊരു തീരുമാനം ചെയ്തത്. സോ നമുക്ക് ഈ വണ്ടിയുടെ 0 to 100 കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യണം. നമ്മൾ 0 to 60 നോക്കിയ സമയത്ത് എനിക്കിത് കിട്ടിയത് ഒരു 3.8 സെക്കൻഡാണ്. 0 to 100 മേ ബി അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. സോ ഈ വണ്ടിയൊക്കെ ആരൊക്കെ വാങ്ങണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രോപ്പർ സ്ട്രേറ്റ് ഫൈറ്റർ നോക്കി നിൽക്കുന്നവരാണെന്നെങ്കിൽ ഇത് RTR 310 ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുമെന്നുള്ളത്. അത് കുറച്ചും കൂടെ പവർഫുള്ളാണ് ആ ഒരു എൻജിൻ, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡാണ്. കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡാണ്. നമുക്ക് ട്രാക്കിലോട്ടൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഹാൻഡ്ലിങ്, പിന്നെ ഈ വണ്ടിയുടെ പ്രൈസും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. വാല്യൂ ഫോർ മണി ഡീലിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എവിടുന്ന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് നമ്പർ പറ്റി നാവാനാണ് ചാൻസ്. ഇതിന് ഫെയറിങ് ഒന്നും ഇല്ലല്ലോ. എവിടുന്നോ ഒരു മീറ്ററിൻ്റെ ആണ് ഒരു നെറ്റിന് എന്തോ ഒരു ലൂസ് വന്നിട്ടാണ് ചെറിയൊരു വൈബ്രേഷൻ പോലെ എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു അപ് ടു മാർക്കിലോട്ട് എത്തിയിട്ടൊന്നുമില്ല ബ്രേക്കിങ്. ഈ വണ്ടിയിൽ നമുക്ക് രണ്ട് രീതിയിലിരിക്കാം. ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ രീതിയിൽ ഫ്രണ്ടിലോട്ട് കയറി ഇരുന്ന് നമുക്കിങ്ങനെ ഓടിക്കാം. കുറച്ച് സ്പോർട്ടി ആയിട്ട് ബാക്കിലോട്ട് ഇറങ്ങിയിരുന്ന് നമുക്ക് ടക്കും ചെയ്തൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റും. അത്രയും റൂമുണ്ട് ആ ഒരു
അല്ലെങ്കിൽ സ്പേസ് ഉണ്ട് ആ ഒരു റിയർ സീറ്റിന്, റിയർ അല്ലല്ലോ റൈഡർ സീറ്റിന്. എക്സോസ്റ്റ് നോട്ട് ഹയർ RPMലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഒരു സ്പോർട്ടി എൻഗേജിങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. അതിപ്പം എക്സ്പൾസിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഹീറോ ഇവരുടെ എക്സ്പൾസ് വരെയുള്ള അവരുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കളിയാക്കൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗം വലിയ ഗുണങ്ങളൊന്നുമില്ല. കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ വണ്ടികളിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എടുത്തറിയുന്നുണ്ട്. പിന്നെ അതിനൊരു ഡൗൺ സൈഡ് ഉണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലുള്ള ഇത്രയും ഹൈ പെർഫോമൻസ് വണ്ടികളുണ്ട്, അതും സെഗ്മെൻറ്റ് ലീഡേഴ്സായിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഹൈ കേപ്പബിലിറ്റി ഉള്ള വണ്ടികൾ ഇറക്കുമ്പം അത് എത്രത്തോളം റിലയബിൾ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം മേ ബി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഹാർലി ആയിട്ടുള്ള ഒരു ടൈപ്പിന് ശേഷമാണ് ഹീറോയ്ക്ക് ഇത്രയും ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് വണ്ടികൾ ഇറക്കാനായിട്ട് അവർക്കൊരു പ്രചോദനമായത്. ഇത് ഹീറോ ആണെന്നുണ്ടെങ്കിലോ ഹാർലിയുടെ എഞ്ചിനായിട്ടോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി അവർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിങ് കാരണമൊക്കെ അവർ R&Dയിലൊക്കെ നടന്നിട്ടുണ്ടാകും, അതൊന്നും നമുക്കറിയത്തില്ല. അത് ഹീറോയുടെ എഞ്ചിനീയർമാരോട് സംസാരിച്ച് കഴിഞ്ഞാലേ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. പക്ഷേ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഇപ്പം അപ് ടു ദ മാർക്കായിട്ടുണ്ട് ഈ ഒരു വണ്ടി. തീർച്ചയായിട്ടും അത് എടുത്ത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓസ്ട്രിയ പോലുള്ള ഹൈ പെർഫോമൻസ് KTM നിർമ്മിക്കുന്ന വണ്ടികളോടൊപ്പം കടപിടിക്കുന്ന ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. DHC ആയതുകൊണ്ട് തന്നെ അത്രയും ആ ഒരു എന്താ പറയണ്ടേ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ മിനിമലാണ്. നമുക്ക് നോർമലായിട്ടുള്ള ഒരു റൈഡിങ് എന്താ പറയണ്ടേ സിറ്റുവേഷനിൽ ഹയർ RPMലോട്ട് നമുക്ക് കുറച്ച് വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും, ഫുഡ് പാക്കിലും സീറ്റിലൊക്കെ ആയിട്ട്, ഹാൻഡിൽ ബാറിലൊക്കെ ആയിട്ട്. പക്ഷേ ഹാൻഡിലിങ് ഈസ് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു എവരിഡേ യൂസിങ്ങിന് നമ്മുടെ വളവൊക്കെ നമുക്ക് നന്നായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഒരുപാട് നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. വലിയ പാറയൊക്കെ നമുക്ക് വേണം, നമ്മുടെ ദേഹത്തോടൊക്കെ വന്ന് വീഴാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രീം ആക്കാം. മൈലേജ് എനിക്ക് തോന്നുന്നു നല്ലപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്കാരുടെ ഭാഗത്തുനിന്ന്. ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കണോമി ഒരു 50 വരെയൊക്കെ നോർമലി ഉള്ള കാഷ്വൽ റൈഡിങ്ങിൽ എനിക്ക് കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 42 എന്നുള്ളൊരു സംഖ്യ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ഹൈവേ ടൂറിങ്ങിൽ നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വലിയ നല്ല ഹൈവേ ഒക്കെ നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്കണോമി ഒരു 80 പോലുള്ള സ്പീഡുകളിൽ നിങ്ങൾ സ്വീറ്റായിട്ട് നിങ്ങൾ നോക്കാനാണെന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി കൊള്ളാം കേട്ടോ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു വണ്ടി. ഓ കിങ് പോകുന്നു, കിങ് 3 നേരം വെച്ചുകൊണ്ട് പറക്കുന്നു. കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സ്ലിപ്പർ ക്ലച്ച് ഈസ് ദ ബെസ്റ്റ് സ്ലിപ്പർ ക്ലച്ച്. ഞാൻ ഓടിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ഒറ്റയടിക്ക് ഞാൻ സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടിട്ടും ഒരു റിയർ വീൽ ലോക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഉപയോഗം അതാണ്, പക്ഷേ ഇതിൽ അത്ര സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നില്ല. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് എക്സ്പൾസിലാണ് എനിക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത്. ഇതിൽ കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എരപ്പ് കാറിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്ലിപ്പർ ക്ലച്ച് ഈസ് ബെസ്റ്റ് തിങ് ഇൻ ദ മോട്ടോർ സൈക്കിൾ. SIC എന്ന് പറയുന്നത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ്. സർവീസ് കോസ്റ്റൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡിലാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പാർട്സിൻ്റെ ക്വാളിറ്റി ഒന്നും തന്നെ അങ്ങനെ എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഇല്ലെങ്കിലും ഇവരുടെ ഉപയോഗിക്കുന്ന ഓയിൽ, എക്സ്പൾസിന് 4Vക്ക് പോലും ഉപയോഗിക്കുന്ന ഓയിൽ സർവോഡ എക്സോട്ടിക് എന്ന് പറഞ്ഞ ഓയിലാണ്. അതിനാണ് മുടിഞ്ഞ വിലയാണ്, 1500 രൂപ അങ്ങോട്ടാണ്. അപ്പോൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഒരു ഫ്രീ സർവീസൊക്കെ ആണെങ്കിൽ പോലും ഒരു 2000-2500 ആ റേഞ്ചിലൊക്കെ നിൽക്കാം. അപ്പം ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രിവിലേജ് നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അത്യാവശ്യം ഒരു നോർമൽ, നമുക്കൊരു കൂടുതലാണെന്നും പറയാൻ പറ്റത്തില്ല, കുറവാണെന്നും പറയാൻ പറ്റത്തില്ല, ഏറ്റവും ചീപ്പറാണെന്നും പറയാൻ പറ്റത്തില്ല. ഒരു നോർമൽ റേഞ്ച് ഓഫ് സർവീസ് കോസ്റ്റ് നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഒരു 3000-3500 രൂപ പെയ്ഡ് വരുന്ന സമയത്ത് കാണും. പിന്നെ ഹീറോ തന്നെ സർവീസ് അവൈലബിലിറ്റി ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണും കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ഗുണം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുപാട് നല്ല കിടിലൻ വണ്ടിയൊക്കെ ഇറക്കിയ സമയത്ത് അവരുടെ സർവീസ് ഇൻ്റർവൽസ്, സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാൻ അവർ വിട്ടുപോയി, അല്ലെങ്കിൽ അതിന് അവർ കഴിഞ്ഞില്ല.
അതുപോലെ തന്നെ ഹീറോയുടെ ഇപ്പോൾ നിലവിൽ പ്രീമിയം സർവീസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരികയാണ്. അവരുടെ ഹാർലി പോലുള്ള, കരീസ്മ പോലുള്ള, മാവറിക് ഇതുപോലുള്ള വണ്ടികളൊക്കെ അവർക്ക് സർവീസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള സർവീസ് കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോറൂമും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള പ്രീമിയം വണ്ടികൾക്ക് വേണ്ടി നിലവിൽ തുറന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് സെറ്റായി. വണ്ടി എന്താണെന്നൊരു ഐഡിയ കിട്ടി. വണ്ടി നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. ഹീറോയുടെ വണ്ടിയായിട്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോരായ്മ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ കാണാൻ നിൽക്കരുത്. ഒരു കമ്പ്യൂട്ടർ വണ്ടി ഉണ്ടായിക്കോട്ടെ എന്നൊരു കമ്പനി പെട്ടെന്ന് സുപ്രാത്ത് ഇതുപോലുള്ള നല്ല നല്ല വണ്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ഒരു ഡ്യൂക്ക് 250 ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, ആ ലെവലുള്ള പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ഫോർ യു ഗൈസ്.